നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് വന്നാലേ എല്ലാവർക്കും കഴിക്കാനൊരു മടി ഉണ്ടാവില്ലേ. നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാം. നേന്ത്രപ്പഴം അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അരച്ചെടുത്ത ശർക്കരപ്പാനിയിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാനിയുടെ അളവിനനുസരിച്ചിട്ട് വേണം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ. ഇനി തേങ്ങാപ്പീര ഒന്ന് അരച്ചെടുക്കാം. അത് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ ആ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ കേട്ടോ. ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വരണം. ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ. നല്ലപോലെ വറ്റി ഇതായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നേരെ ചൂടോടുകൂടി തന്നെ അത് കോരിയിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡിയാണ്. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.